തീർന്നില്ല. ഇതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. അതാണ് ഇനി പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദി നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിലൂടെ നോർമലായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, 90 ഡിഗ്രി സർഫസുമായി 90 ഡിഗ്രി ആംഗിളിൽ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് തന്നെ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നോക്കിയോ, ഇതൊരു പൈപ്പാണ്. ഈ പൈപ്പിന് എല്ലാ സ്ഥലങ്ങളിലും ഒരേ വണ്ണമാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. ഈ പൈപ്പിനുള്ളിലൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പൈപ്പിൻ്റെ ഉള്ളിലൊരു ക്രോസ് സെക്ഷണൽ ഏരിയ പരിഗണിച്ചു. അത് വേണമെങ്കിൽ ഇവിടെയും പരിഗണിക്കാമായിരുന്നു, ഞാൻ അതിൻ്റെ ഉള്ളിൽ പരിഗണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നിശ്ചിത സമയത്ത് ഈ പൈപ്പിനുള്ളിലെ ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ക്രോസ് ചെയ്ത് ഇതിന് നോർമലായിട്ട് കടന്നു പോകുന്ന വെള്ളത്തെയാണ് വാട്ടർ ഫ്ലക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഏതാണ്ട് ഇതേ രൂപത്തിലുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കാര്യത്തിലും പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നോക്കിയാൽ ഈ കാണുന്നത് ഫീൽഡ് ലൈൻസാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഇങ്ങനെ പാരലായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തപ്പോൾ പ്രത്യേകം പറയുകയാണ്, ഇങ്ങനെ പാരലായിട്ടാണ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കാണുന്നതെങ്കിൽ, ശ്രദ്ധയോടെ കേൾക്കണം, ഇങ്ങനെ പരസ്പരം പാരലായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കാണുന്നതെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ പാരലൽ ലൈൻസ് എവിടെ കണ്ടാലും ഓർത്തോണം, ഇറ്റ് ഈസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ശരി. നമ്മളിവിടെ ഒരു ഏരിയ പരിഗണിക്കുന്നു. ഓക്കെ, ഈ ഏരിയയിലൂടെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഈ ഏരിയയിലൂടെ നോർമലായിട്ട് ഈ ഒരു സർഫസിൽ നോർമലായിട്ട് ഈ ഫീൽഡ് ലൈനുകൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നോർമലായിട്ട് ഈ സർഫസിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ നോർമലി എന്ന് പറയുമ്പം 90 ഡിഗ്രി എന്ന് പറഞ്ഞല്ലോ. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് സർഫസിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സർഫസിന് എങ്ങനെയാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്? അതൊരു പ്രശ്നമായല്ലോ. ഇപ്പോൾ സർഫസിന് ഡയറക്ഷൻ ഉണ്ടോ? സർഫസിന് ഡയറക്ഷൻ എങ്ങനെ പറയും? ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ പറയും? സർഫസിന് ഡയറക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോണിലൂടെയോ ഒരു ടാബ്ലറ്റിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ആയിരിക്കുമല്ലോ. ഈ ഉപകരണത്തിൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് നേരെയല്ലേ ഇരിക്കുന്നത്? നിങ്ങളുടെ മുഖത്തിന് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്, അല്ലേ? ആണല്ലോ. അപ്പോൾ വൃത്തിയായിട്ട് കാണാനും പറ്റും. ഈ സാധനം നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നതെന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ, ഇപ്പോൾ 90 ഡിഗ്രി നമ്മൾ വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തു നിന്നുള്ളത് നേരെയുള്ളത് മാറി ഏതെങ്കിലും ഒരു സൈഡിലേക്കായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് സർഫസിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയി. അപ്പോൾ സർഫസിൻ്റെ ഡയറക്ഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല പ്രൂഫ് അതാണ്. നമുക്ക് നേരെ ഇരിക്കുന്ന സർഫസ് നമ്മൾ അല്പം തിരിച്ചു വെച്ചപ്പോൾ അത് നമുക്ക് നേരെ അല്ല ഇരിക്കുന്നത്, അത് മാറിയിരിക്കുന്നു. ഇനി ഈ ഡയറക്ഷൻ എങ്ങനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതാണ്. ശ്രദ്ധിച്ചോളുക. നമ്മളൊരു സർഫസ് ഇങ്ങനെ പരിഗണിച്ചാൽ, ഇതിങ്ങനെ ഒരു സ്ഥലത്ത് വെറുതെ ഒരു നിലത്ത് വെച്ചിരിക്കുന്ന പേപ്പറാണ്. വെറുതെ നിലത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു പേപ്പറാണ്. ഈ പേപ്പർ എങ്ങോട്ട് ആണ് ഫേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മുകളിലോട്ടാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ മേശയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു പേപ്പർ കഷ്ണം എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഇത് മുകളിലോട്ടാണ് ഫേസ് ചെയ്യുന്നതെന്ന് എങ്ങനെ പറയും? അപ്പോൾ നമുക്ക് ഈ പേപ്പറിൻ്റെ നടുക്കുന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒരു ആരോ വരച്ചിട്ട് ഇത് മുകളിലേക്കാണെന്ന് പറയാം, അല്ലേ? ശരിയാണല്ലോ. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ പേപ്പറിൻ്റെ ഡയറക്ഷൻ. ഇതൊരു വെക്ടറാണ്. കാരണം ഡയറക്ഷൻ എപ്പോഴും ഒരു വെക്ടറിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വെക്ടറാണ് സൂചിപ്പിക്കുന്നത് ഈ പേപ്പർ മുകളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇനി നോക്കണം, ഈ വെക്ടറും ഈ പേപ്പറിൻ്റെ സർഫസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ആണ്. ശരിയല്ലേ? നമ്മൾ മേശപ്പുറത്ത് വെറുതെ വെച്ചിരിക്കുന്ന പേപ്പറും അതിൻ്റെ മേലെ ഒരു പേനയോ പെൻസിലോ എടുത്ത് 90 ഡിഗ്രി ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ആ പേന അല്ലെ പെൻസിൽ എങ്ങോട്ടാണോ ഇരിക്കുന്നത് ആ ഡയറക്ഷനിലാണ് ഈ സർഫസും ഇരിക്കുന്നത്. അപ്പോൾ ഒരു സർഫസിൻ്റെ ഡയറക്ഷൻ പറയുന്നത് അങ്ങനെയാണ്.
സർഫസിന് നോർമലായിട്ട് നമ്മളൊരു വെക്ടർ വരയ്ക്കുക. ആ വെക്ടറിൻ്റെ ഡയറക്ഷനാണ് ഈ സർഫസിൻ്റെ ഡയറക്ഷൻ. ക്ലിയർ ആയോ? അപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ നമ്മളുടെ മൊബൈൽ അല്ലെങ്കിൽ ഈ സ്ക്രീന് ഒന്ന് തിരിച്ച് 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ സ്ക്രീനിൻ്റെ നേരെ നിങ്ങൾക്ക് നേരെ ഇരിക്കുന്നൊരു വെക്ടറുണ്ട്. ആ വെക്ടറാണ് നമ്മൾ തിരിച്ചത്. അപ്പോൾ സർഫസ് അതിൻ്റെ കൂടെ തിരിഞ്ഞുപോയി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഫ്ലക്സിൻ്റെ കൺസെപ്റ്റിലേക്ക് വന്നാൽ ഇവിടെ കാണുന്ന ഈ സർഫസിൻ്റെ 90 ഡിഗ്രിയിലുള്ള നോർമൽ വരച്ചാൽ എന്ന് രേഖപ്പെടുത്തുകയാണ്. നോർമലാണിത്. സർഫസുമായിട്ട് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോർമലും ഇതേ ദിശയിലാണ്, പാസ് ചെയ്ത് പോകുന്ന ഫീൽഡ് ലൈനും അതേ ദിശയിലാണ്, രണ്ടും ഒരേ ദിശയിലാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിനെ ഇങ്ങനെ എഴുതാം. ഫൈ ഈസ് ഈക്വൽ ടു, ഇലക്ട്രിക് ഫ്ലക്സിനെ ഫൈ എന്നാണ് വിളിക്കുക. ഫൈ ഇ എന്നാണ് ഏറ്റവും കൃത്യമായിട്ട് എഴുതേണ്ടത്. ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ്. ഓക്കെ, ഇ ഡോട്ട് എസ്. ഇ ഇൻറ്റു എസ് എന്നല്ല, ഇ ഡോട്ട് എസ്. റൈറ്റ്, ഇ ഡോട്ട് എസ്. അതൊന്ന് വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ ഇ എസ് കോസ് തീറ്റ. ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കോസ് തീറ്റ. ഇനി ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ഈ ഫിഗറിൽ ഫ്ലക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോർമൽ ഇങ്ങോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അവർക്കിടയിലുള്ള ആംഗിൾ, രണ്ടുപേരും ഒരേ ദിശയിലായതുകൊണ്ട് അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഈ കേസിൽ 0 ആണ്. അപ്പോൾ നമ്മളിവിടെ കോസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, തീറ്റ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് 0 1 ആണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ ഫൈ ഇ ഈസ് ഈക്വൽ ടു സിംപ്ലി ഇ ഇൻറ്റു എസ് എന്ന് കിട്ടും. ഈ ഫിഗർ അനുസരിച്ച് മാത്രം. കാരണം ഇവിടെ സർഫസിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഒന്ന് തന്നെയാണ്. ഈ ഫിഗർ അനുസരിച്ച് മാത്രം. ഈ ഫിഗർ അല്ല വേറെ ഫിഗർ ആണെങ്കിൽ ഈ ഇക്വേഷൻ മാറും. അങ്ങനെ ഒരു കേസും കൂടെ കാണിച്ചു തരാം, നോക്കിക്കൊള്ളുക. ഇത് ഫീൽഡ് ലൈൻസ്. ഓക്കെ, നമ്മൾ സർഫസ് അല്പം ചെരിച്ചാണ് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. തവണ ഇതാണ് നമ്മുടെ സർഫസ്. സർഫസ് ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സർഫസിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ശരിയാണല്ലോ? റൈറ്റ്. അപ്പോൾ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും സർഫസിൻ്റെ നോർമലും തമ്മിലുള്ള ആംഗിൾ ഇപ്പോൾ തീറ്റയാണ്. അത് 0 അല്ല. ഈ കേസിലെ ഫ്ലക്സിൻ്റെ, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ എസ് കോസ് തീറ്റ എന്ന് എഴുതേണ്ടി വരും. ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇ എസ് കോസ് തീറ്റ. ഓക്കെ ആണോ? ഇവിടെ എസ് എന്താണെന്ന് ചോദിച്ചാൽ അതാ എസ് എന്ന് പറയുന്നത് ഈ സർഫസിൻ്റെ സർഫസാണ്, സർഫസ് ഏരിയ ആണ്. യെസ്, ഈ സർഫസിനെയാണ് നമ്മൾ പറയുക എസ് എന്ന് പറയും. ക്ലിയർ ആയോ ഐഡിയ? റൈറ്റ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ രണ്ട് കേസിലും നമ്മൾ പരിഗണിച്ച സർഫസിനൊരു പ്രത്യേകതയുണ്ട്. രണ്ടും പ്ലെയിനാണ്, പേപ്പർ പോലെയാണ്, പ്ലെയിൻ സർഫസാണ്, കർവ്ഡ് അല്ല. കർവ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡയറക്ഷൻ പറയാൻ പറ്റി. പക്ഷെ കർവ്ഡ് ആയിക്കഴിഞ്ഞാൽ പണി കുറച്ച് പാളും. അതൊന്ന് നോക്കിക്കോണേ. ഈ ഫിഗർ തൽക്കാലം ഒന്ന് മായ്ക്കുകയാണേ. കർവ്ഡ് സർഫസ് വരുമ്പോൾ ആദ്യം കർവ്ഡ് സർഫസിൻ്റെ ഡയറക്ഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം. ഇത്തവണ നമ്മുടെ സർഫസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ നോർമൽ വരയ്ക്കാൻ പോയാൽ നോർമലേ ഉണ്ടാവുള്ളൂ. എല്ലാ ഡയറക്ഷനിലും നോർമൽ വരയ്ക്കേണ്ടി വരും. വേണ്ട, കാരണം ഇതെല്ലാം 90 ഡിഗ്രിയാണ്. ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇത് 90 ആണ്. ഇതിലേതാണ് ശരിക്കും ഈ സർഫസിൻ്റെ ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അവിടെ പറയേണ്ടത് അങ്ങനെ ഒരു ഒറ്റ സർഫസ്, ഈ ഒറ്റ ഡയറക്ഷൻ പറയാൻ പറ്റത്തില്ല. ഒറ്റ ഡയറക്ഷൻ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ സർഫസ് പ്ലെയിൻ അല്ല, കർവ്ഡ് ആണെന്ന് നമ്മൾ പറയുന്നത് തന്നെ. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഫിസിക്സ് തന്നെ ഫോളോ ചെയ്ത് കുറച്ചുകൂടെ ഉയർന്ന ക്ലാസ്സിൽ പഠിച്ചാൽ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വരെ സ്വാധീനിച്ച കൺസെപ്റ്റുകളാണ് കേട്ടോ. ഈ നോർമലുകൾ പല ദിശയിലേക്ക് ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് എവിടുന്ന് വന്ന ഏത് സർഫസിൽ നിന്നാണോ വന്നത് ആ സർഫസ് കർവ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കും? കാരണം ഫ്ലക്സിൻ്റെ ഇക്വേഷനിൽ ഒരുപാട് നോർമലുകളില്ല, ഒറ്റ നോർമലേ ഉള്ളൂ. ആ നോർമലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇത്തവണ ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കണ്ടുകൊള്ളുക. ഇതിനകത്തെ ഒരു ചെറിയ സർഫസിങ് എടുക്കും. ചെറിയ സർഫസ്
ലെറ്റ് ദാറ്റ് ബി ഡെൽറ്റ എസ്. ചെറിയ സർഫസാണ്. ഈ ചെറിയ സർഫസ് എടുത്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറെക്കുറെ പ്ലെയിൻ ആയിരിക്കും. അല്ലെങ്കിൽ പ്ലെയിനായിട്ട് കിട്ടാൻ എത്ര ചെറിയ സർഫസ് പരിഗണിക്കണമോ അത്രയും ചെറിയ സർഫസ് ആയിരിക്കും നമ്മൾ പരിഗണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നോർമൽ നോക്കും. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ ഈ ഫിഗർ ഉണ്ടല്ലോ, ഈ മുഴുവൻ കാര്യം ഇതുപോലെ ഈ ചെറിയ സ്ഥലത്ത് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. റൈറ്റ്. അപ്പോൾ നമ്മൾ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്. ഇത്തവണ മുഴുവൻ സർഫസ് എടുത്തില്ല, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത സർഫസ് പരിഗണിക്കും, ഏറെക്കുറെ അത്രയും തന്നെ വലുപ്പമുള്ളത്. എന്നിട്ട് അവിടെ ഒരു നോർമൽ വരയ്ക്കും. അതെന്തായാലും ആദ്യത്തേതിൻ്റെ ആ ഡയറക്ഷനിലുള്ള നോർമലാണോ നിർബന്ധമില്ല, പക്ഷേ അത് ചെറിയ സർഫസ് ആയതുകൊണ്ട് സംഭവം പ്ലെയിനറാണ്. ഒറ്റ നോർമൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഇതുപോലെ ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്ലസ് ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്നെഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ കർവ്ഡ് സർഫസിനെ എത്ര എണ്ണം ചെറിയതാക്കാൻ പറ്റുമോ, എത്രത്തോളം ചെറിയ സർഫസുകളാക്കി മുറിച്ച് എടുക്കാമോ അത്രത്തോളം ടേമുകൾ ഇവിടെ വരും. എന്നിട്ട് നമ്മൾ ഒടുവിൽ ഈ ചെറിയ സർഫസിൽ കിട്ടിയ ഫ്ലക്സ് എല്ലാം കൂടെ കൂട്ടും. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഏറെക്കുറെ ഇങ്ങനെ കിട്ടും. ഫൈ ഇ ഈസ് ഈക്വൽ ടു സം ഓവർ ഇ ഡോട്ട് ഡെൽറ്റ എസ്. കുറേ എണ്ണം ഉണ്ടല്ലോ, ചെറിയതായി മുറിച്ച് കുറേ എണ്ണം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ അവസാനം എടുത്ത് വെച്ച് കൂട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സം ഓവർ ഇ ഡോട്ട് ടി എസ്. എല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം കർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു മെക്കാനിസമാണ്, മുറിച്ച് ചെയ്യാൻ പറ്റുന്നൊരു മെക്കാനിസം. ഇനി അതിൻ്റെ കൂടെ അഡ്വാൻസ്ഡ് ആയ ഒരു കൺസെപ്റ്റും കൂടെ പറയുകയാണ്, ഒരു കണ്ടീഷൻ. ഇത് വെച്ചാൽ അല്പം മാത്തമാറ്റിക്സ് ആണ് കേട്ടോ, ഇത് നിങ്ങൾ മാത്സിലും പഠിക്കും. ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ് പൊതുവിൽ പറയാറ്. അപ്പോൾ അതുകൊണ്ട് മാത്സും ഫിസിക്സും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. രണ്ടുപേരും നമുക്ക് ആവശ്യമാണ്. രണ്ടുപേരും ഇല്ലാതെ ഈ വിഷയം നമ്മളുടെ ഈ സ്റ്റഡി മുന്നോട്ട് പോവില്ല. അപ്പോൾ കുറച്ച് മാത്തമാറ്റിക്സ് പറയുകയാണ്. സപ്പോസ് ഇങ്ങനെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഇഫ് ഡെൽറ്റ എസ് ടെൻസ് ടു 0, ഞാൻ പറഞ്ഞ വാചകം ഇതാണ്, ടെൻസ് ടു 0, അതായത് ഡെൽറ്റ എസിൻ്റെ വാല്യൂ 0യോട് വളരെ അടുത്താണെങ്കിൽ, അതായത് നമ്മളെടുത്ത ഈ സർഫസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ എന്നാണ് ഈ പറഞ്ഞത്. എടുത്ത സർഫസ് വളരെ ചെറുതാണെങ്കിൽ, 0 അല്ല, 0 കഴിഞ്ഞ സർഫസേ ഇല്ല, പക്ഷേ 0യോട് വളരെ അടുത്താണെങ്കിൽ, ഇഫ് ഡെൽറ്റ ഈസ് വെരി മച്ച് ക്ലോസ് ടു 0, വളരെ ചെറിയ ഒരു സർഫസാണ് എടുക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡെൽറ്റ എസ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്താണെന്നും കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഈ ഡെൽറ്റ എസ് വളരെ ചെറുതാണെങ്കിൽ, ഡെൽറ്റ എസ് ചെറുതാണെങ്കിൽ സമ്മേഷൻ ഉപയോഗിക്കാം. ഡെൽറ്റ എസ് 0യോട് വളരെ അടുത്ത് നിൽക്കുന്ന അത്രയും ചെറുതാണെങ്കിൽ യു ക്യാൻ റീപ്ലേസ് സമ്മേഷൻ വിത്ത് ഇൻ്റഗ്രേഷൻ. ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്. അപ്പോൾ ഇതും പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, ഇതും പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, ഇതും പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ഇതിൻ്റെ എക്സ്പ്ലെയിൻഡ് ഫോമാണ് ഇത്, അത് ഓർക്കുക. റൈറ്റ്. അപ്പോൾ ഏറെക്കുറെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. കുറച്ച് ലെങ്തി ആയി പോയെന്ന് എനിക്കറിയാം, പക്ഷേ ഫീൽഡ് ലൈൻസും ഫ്ലക്സും ഒരുമിച്ച് പഠിക്കേണ്ട കാര്യമാണ്. രണ്ടായിട്ട് മുറിച്ച് പഠിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുമോ എന്നുള്ള എൻ്റെ ഒരു പേടി കൊണ്ടാണ് ഞാനത് ഒരുമിച്ച് പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ പഠിച്ചതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.